നമസ്കാരം. നന്ദി സംഘികളെ, നിറഞ്ഞ നന്ദി. വേടൻ ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ കുതന്ത്രങ്ങളെല്ലാം അത് ഉർവശി ശാപം പോലെ ഉപകാരപ്രദമായി മാറിയിരിക്കുകയാണ്. സംഘപരിവാറിന്റെ പേജുകളിൽ, പ്രത്യേകിച്ച് വാല് വെച്ചവരുടെ പേജുകളിലെല്ലാം വേടനെ കുറിച്ച് എന്തെല്ലാം കഥകളാണ് എഴുതി പടപ്പിച്ച് വിട്ടത്. പക്ഷേ നിങ്ങൾ നടത്തിയ ആ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടല്ലോ, അത് ഇന്നിപ്പോ നാട്ടിൽ വേടൻ എന്ന ഹൈപ്പുള്ള ഒരു റാപ്പ് സംഗീതജ്ഞനെ എക്സ്ട്രീം ഹൈപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ആ കഴിവുണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, സംഘപരിവാർ ആരെയൊക്കെ ചാപ്പ കുത്തുന്നു, ആർക്കൊക്കെ ഭ്രഷ്ട് കൽപ്പിക്കുന്നു, അവരെ ഈ സമൂഹം അങ്ങ് ഏറ്റെടുത്തിരിക്കും. അവർ ഭ്രഷ്ട് കൽപ്പിക്കുന്നവർ ഈ സമൂഹത്തിന്റെ താരങ്ങളായി മാറും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വേടൻ. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ കണ്ടതല്ലേ. ജനസാഗരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘി എവിടെയെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കാൻ ചെന്നാൽ, പ്രത്യേകിച്ച് MG ശ്രീകുമാറിനെ പോലുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ ഒരു 5 പരിപാടി ചേർത്ത് വെച്ചാൽ ഇത്രയും ആൾ വരുമെന്നുള്ള കാര്യം വലിയ സംശയമാണ്. എന്തായാലും ഒരു റാപ്പറെ, അദ്ദേഹത്തിന്റെ കഴിവ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടും അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടും അത് നമ്മുടെ ഒളിച്ചു കടത്തലുകളെ, ഞങ്ങളുടെ ഹൈറാർക്കികളെ, ഞങ്ങൾ ഈ സമൂഹത്തിൽ നിലനിർത്തിയിരിക്കുന്ന പല ബാരിയറുകളെ അതിനെ തകർത്തെറിയുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഒരു വ്യക്തി ഉയർത്തിയ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി അയാളെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ആ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം സമൂഹത്തിന് വന്നപ്പോൾ സംഘപരിവാറുകാരുടെ ദുഷിച്ച മനസ്സും വിഷ മനസ്സുകളെ കുറിച്ച് നാട്ടുകാർ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചപ്പോ ഇന്നിപ്പോൾ റാപ്പർ വേടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികാരമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇടുക്കിയിൽ ഒഴുകിയെത്തിയ ജനവും അവർക്ക് മുന്നിൽ അദ്ദേഹം നടത്തിയ ആ പ്രകടനവും കണ്ടിരുന്നാൽ ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു പോകും സംഘികൾ. എന്തായാലും സംഘികൾക്ക് വല്ലാതെ കുരുപൊട്ടിയൊരു ദൃശ്യമുണ്ട്. വേടനെ ആ വേദിയിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ പോലീസ് കമ്പനിയിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ട് അവർ ചിലയിടങ്ങളിലൊക്കെ വല്ലാതെ മോങ്ങുന്നുണ്ട്. ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെ കൊണ്ടുവരുന്ന രീതി കണ്ടോ എന്ന നിലയ്ക്കൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ആ ദൃശ്യം ഈ കാണുന്നത് എത്രമാത്രം അവരെ പൊള്ളിച്ചു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം കൂടിയാണ്. ഇതും പോരാഞ്ഞിട്ട് ജനസഞ്ചയത്തിന്റെ മുന്നിൽ ആറാടുകയായിരുന്നു അവൻ, ജീവിക്കുകയായിരുന്നു അവൻ. അതായത് ഈ നാട്ടിൽ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ടും അതിജീവിച്ചുകൊണ്ടും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുള്ളതുകൊണ്ട് ആ ആത്മാർത്ഥത അദ്ദേഹത്തിനെ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് ഒരു പ്രതിബിംബമാക്കാനുള്ള ഗൂഢാലോചന നടത്തിയോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് പിന്നോട്ട് പോയ വേടന്റെ കുതിപ്പ്. ഒരുപക്ഷെ പുലി പതുങ്ങുന്നത് അത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന വാചകത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു. അതിനോടൊപ്പം തന്നെ ആ പാടിവെച്ച പാട്ടുണ്ടല്ലോ, സംഘികളുടെ കുരുകളെല്ലാം ഇങ്ങനെ തൃശൂർ പൂരത്തിൽ മാലപ്പടക്ക് പൊട്ടും പോലെ പടപടപടാ പൊട്ടുന്ന ആ ഒരു സംഗീത നിശയം കൂടി ഉണ്ടല്ലോ, അതിന്റെ ഒരു ചെറിയ വേർഷനൂടെ കാണിച്ചാലേ ഇവർക്ക് ബാക്കിയുള്ള കുരു കൂടി അങ്ങ് പൊട്ടിത്തീരത്തുള്ളൂ. എന്റെ കൂടെ പിറക്കാതെ എന്റെ കൂടെ പിറന്ന എന്റെ പ്രിയജനങ്ങളെ, കുറെ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും, കുറെ സ്നേഹം. എന്റെ അവസാന പാട്ടാണ് ഞാൻ പോവാണ്. അവസാന പാട്ടാണ് എന്റെ അവസാന പാട്ടാണ്. ഇതേപോലൊരു വലിയ വേദിയിൽ, ഒരുപക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ ഇതിനും 10,000-കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും. ഞാൻ പാട്ടും പറച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല. ഇനിയും കാലമില്ല, കാത്തിരിക്കാനാകുകില്ല, പുറത്തു പോകുവാൻ ക്ഷമയൊരു തരി ബാക്കിയില്ല. എനിക്ക് വേണ്ടതല്ല, ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച്, ഞങ്ങളേറെ കൊതിച്ച്, അതിനായി എത്ര പേർ മരിച്ച്, കണ്ട് നീ ചിരിച്ച്.
കപട ദേശവാദി, നാട്ടിൽ മത ജാതി വ്യാധി, തലവനില്ല ആദി, നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. ഹേമന്തേ, അതേ സംഖ്യകളെ, ഇതാണ് പുതിയ കാലം. നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഒന്നും നടത്തിക്കളയാമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ സ്ലീപ്പിംഗ് പിൽസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന കുറെ സംഘപരിവാർ പേജുകളുണ്ട്. നീലാംബരി, കുരുക്ഷേത്ര തുടങ്ങിയ പല ശുദ്ധമായ പേരുകളിൽ നിങ്ങൾ മോട്ടിവേറ്റർ ആയിട്ട് വരും, നിങ്ങൾ ശുഭചിന്തകളുമായിട്ട് വരും, നിങ്ങൾ വിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് ചമഞ്ഞു വന്ന് അതേ പേജ് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ നിങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ഈ സമൂഹത്തിന്റെ ഇടയിൽ തേജോവധം ചെയ്യുന്നുണ്ട്. അതിൽ അരിക്കൊമ്പൻ ഫാൻസിന്റെ ഗ്രൂപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് പേര് മാറുന്ന രീതി മാത്രം ആലോചിച്ചാൽ മതി. ആ സംഘപരിവാർ കുബുദ്ധികൾ പ്ലാൻ ചെയ്ത ആ സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിച്ചുള്ള ഒരു നീക്കത്തെയാണ് ഈ സമൂഹം ഒന്നടങ്കം വേടന്റെ പിന്നിൽ അണിനിരന്ന് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. സംഘപരിവാർ വിചാരിക്കുന്നിടത്ത് ഇന്ന് കാര്യങ്ങൾ എത്തില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേടനെതിരെ ശബ്ദമുയർത്തുന്ന പേരുകൾ നിങ്ങളൊന്ന് പരിശോധിക്കൂ. ആ പേരുകൾ പരിശോധിച്ചതിന് ശേഷം പേരിനൊപ്പം വാലുള്ളവനൊക്കെ എന്താണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു കലാകാരൻ, അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ കഴിവ് റാപ്പ് സംഗീതത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ വല്ലാത്ത പൊള്ളലുണ്ടാകുന്നത് നേരത്തെ നമ്മൾ കണ്ടു. നഞ്ചിയമ്മ എന്ന ആദിവാസി യുവതിക്ക് സിനിമയിൽ പാടിയ ഒരു നാടൻ പാട്ട്, ആ പാട്ടുമായി ബന്ധപ്പെട്ട് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കൊടുത്തപ്പോഴും ഇതേ കുരുപൊട്ടൽ നമ്മൾ കണ്ടു. ആ കുരുപൊട്ടലിൽ പറഞ്ഞത് ശുദ്ധ സംഗീതമല്ലത്രേ. അതായത് ഇവിടുത്തെ സവർണ തമ്പുരാന്മാർ ചെയ്യുന്നത് മാത്രമേ ശുദ്ധമുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അശുദ്ധി, അവരുടെ ഭാഗമായിട്ടുള്ളത് മാത്രമേ ശുദ്ധമായി പരിഗണിക്കുകയുള്ളൂ. അങ്ങനെയുള്ള നിങ്ങളുടെ ശുദ്ധ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വേടൻ നടന്നു കയറിയിരിക്കുന്നത് ജനഹൃദയങ്ങളിലേക്കാണ്. നിങ്ങളുടെ അശുദ്ധി ഈ സമൂഹത്തിന്റെ അശുദ്ധിയല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ജനങ്ങൾ കാട്ടിത്തന്നത്. നിങ്ങൾ എവിടെയൊക്കെ ആരെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സ്വാധീനമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം ഈ സമൂഹം ചേർത്ത് പിടിക്കും, കൈപിടിച്ചുയർത്തും. അവരെ വീണുപോയടത്ത് നിന്ന് തോളിലേറ്റി ലോകം കാണിക്കുന്ന മനോഭാവങ്ങളുള്ള നാടാണ് കേരളമെന്ന് വേടനിലൂടെ വീണ്ടും ഈ നാട് കാണിച്ചു വന്നിരിക്കുകയാണ്. അതിൽ സർക്കാർ കൂടി ചേർന്നപ്പോൾ വേടൻ എന്ന വ്യക്തിക്ക് പരിപൂർണ ആത്മവിശ്വാസത്തിൽ ഇനി വേദികളിൽ പാട്ടുപാടാം. അദ്ദേഹം ചെയ്ത പ്രവർത്തനം അല്ലെങ്കിൽ തെറ്റിനെ പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് തന്റെ ആ പ്രവൃത്തിയെ അനുകരിക്കരുതെന്ന ആവശ്യം കൂടി ഉന്നയിച്ചപ്പോൾ വ്യക്തിയുടെ നന്മ കൂടി ആ വേദിയിൽ പ്രതിഫലിച്ചു എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ടത്. നിങ്ങളെന്നെ കാണുന്നതും നിങ്ങളെന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ? നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിട്ടുള്ളത്. വേടൻ എന്ന ഒരു വ്യക്തി പൊതുസ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോട് വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി.